നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. യൂട്യൂബിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതായത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന യൂട്യൂബിനകത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ചില സെറ്റിങ്സുകൾ, ഹിഡൻ ആയിട്ടുള്ള പുതുതായിട്ട് വന്ന കുറച്ച് സെറ്റിങ്സുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചെറിയ സ്ക്രീനിലായിരിക്കും, ചിലപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെയുള്ള സ്ക്രീനിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വലുതാക്കി കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ പോർഷൻ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് സൂം ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്യാനും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സൈഡിലേക്ക് നീക്കാനും ഈ ഒരു സെറ്റിങ്സ്, അതായത് യൂട്യൂബിൽ തന്നെ നമുക്ക് ഇതുപോലെ സൂം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് ആ ഒരു സംഭവം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് ആണ്, നമ്മൾ വലിയ വീഡിയോകളൊക്കെ ആണ് കാണുന്നത് എങ്കിൽ, അതായത് 8 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെയുള്ള വലിയ വീഡിയോകളാണ് കാണുന്നത്, നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാനില്ല എങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോകൾ നമുക്ക് സ്പീഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ 5 മിനിറ്റിൻ്റെ വീഡിയോ 2x ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ കണ്ടു തീരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വലിയ വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് 1x ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് 1.5x അതുപോലെ 2x കാണാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ കാണുന്ന ഗിയർ ഐക്കണിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് എത്ര സ്പീഡിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലോവിൽ കാണണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, ചില ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സെറ്റിങ്സുകൾ മാറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് സ്ലോമോയിലേക്ക്, അതായത് വീഡിയോ സ്ലോവിലേക്ക് മാറ്റാനും വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് ആണ്, നിങ്ങൾക്ക് ഇനി ഈ ഒരു സെറ്റിങ്സിനകത്ത് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഈ ഒരു ഫോർവേഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോകൾ 2x സ്പീഡിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 2x വലിയ സ്പീഡിൽ തന്നെ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് വരുന്ന മറ്റൊരു സെറ്റിങ്സ് ആണ്, നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോകൾ, അതായത് നമ്മുടെ ഫോണിൽ ഡാറ്റ വളരെ കുറവാണ് എങ്കിൽ നമുക്കത് വീഡിയോയുടെ ക്വാളിറ്റി കുറക്കുവാനും, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ കൂടുതലാണ് എങ്കിൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടി കാണാനും സാധിക്കും. ചില വീഡിയോകൾ നമ്മൾ കാണുന്ന സമയത്ത് തീരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ആ ഒരു വീഡിയോക്ക്. ചില വീഡിയോകൾ തന്നെ വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലായിരിക്കും വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോകൾ വരെ നമുക്ക് യൂട്യൂബിൻ്റെ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വാളിറ്റിയിൽ, നല്ല ക്ലാരിറ്റിയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഗിയർ ഐക്കണിൽ തന്നെ ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിറ്റി എന്ന്, ഹൈ പിക്ചർ ക്വാളിറ്റിയിലാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 720pയിലാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ക്വാളിറ്റികൾ ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അതിനകത്ത് അഡ്വാൻസ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിലേക്ക് മാറ്റി കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഒരുപാട് ക്വാളിറ്റികളിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഡാറ്റ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡാറ്റ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1080pയിലേക്കും അല്ലെങ്കിൽ 720pയിലൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞിട്ടാണ് കാണേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അതിലെ പിക്ചറല്ല, മെയിനായിട്ട് നിങ്ങൾക്ക് വോയിസ് ആണ് കേൾക്കുന്നത്, നിങ്ങൾക്ക് വീഡിയോ ഓടുന്നില്ല എങ്കിൽ, ചില വീഡിയോകൾ നമുക്കറിയാം ഡാറ്റ കുറഞ്ഞ ഏരിയയിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ഈ ഒരു 720 കിടക്കുന്ന സമയത്ത് വീഡിയോ നീങ്ങില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 144pയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചലിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ചലിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സ് ആണ്, നിങ്ങൾക്ക് വീഡിയോകളൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കണ്ട് കിടക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഫിലിമൊക്കെ ആണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങിപ്പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ യൂട്യൂബ് ആ ഒരു വീഡിയോ ഓഫ് ആക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന സെറ്റിങ്സിൻ്റെ ഈ ഒരു ഗിയർ ഐക്കണിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലീപ്പ് ടൈമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മിനിറ്റിനകത്താണ് ഈ ഒരു വീഡിയോ ഓഫ് ആവേണ്ടത് എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 10 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമുകൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻഡ് ഓഫ് വീഡിയോ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എൻഡ് ആവുന്ന സമയത്ത് തന്നെ ആ ഒരു യൂട്യൂബ് നിങ്ങൾക്ക് ഓഫ് ആവുന്നതാണ്, അടുത്ത വീഡിയോയിലേക്ക് പോവാതെ തന്നെ. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ടില്ല, നമുക്ക് ആവശ്യമുള്ള ടൈമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു വീഡിയോ ഇവിടെ കാണുന്ന സമയത്ത് ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോ തന്നെയാണ്. ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലാങ്ക് സ്ക്രീനിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനീ പറയുന്നത് സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കണം, ടൈറ്റിൽ കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ എഴുതി കാണിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിങ്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ കണ്ടില്ല ഈ ഒരു CC എന്ന് എഴുതിയ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്യാപ്ഷൻസ് ഓഫാണ്, നിങ്ങൾക്ക് ഇവിടെ ഓഫ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങളുടെ മലയാളം വീഡിയോകളാണെങ്കിൽ മലയാളം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മലയാളം എന്നതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഈ ഒരു വീഡിയോ കണ്ടില്ല മുകളിൽ നമുക്ക് ആ ഒരു പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് മലയാളത്തിൽ എഴുതി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതി കാണിക്കണമെങ്കിൽ നമുക്ക് വായിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിങ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് കൂടെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഇതൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ചെവി കേൾക്കാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിങ്സ് ആണിത്. കേൾക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റാത്ത ഭാഗത്താണ്, നമ്മൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്ത ഭാഗത്താണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സെറ്റിങ്സുകൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തതാണ് എന്ന് കരുതുന്നു. അറിയുന്നവരാണെങ്കിൽ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.